അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനെയും അമേരിക്കയും ലക്ഷ്യം വെച്ചുള്ള നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ നടപടികൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടപ്പാക്കിയെന്ന് ആരോപിച്ചാണ് ട്രംപിന്റെ പ്രതിരോധ നടപടി. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ഇന്നലെ പാർലമെൻറ്റിലൊക്കെ വലിയ ബഹളമായിരുന്നു, ഇന്നും ബഹളമാണ്. അപ്പോൾ അടുത്ത നടപടി വീണ്ടും ചർച്ച ചെയ്യപ്പെടുമല്ലോ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഓരോ നിമിഷവും ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാർത്ത സൃഷ്ടിക്കുന്ന ഉത്തരവുകളാണ്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇസ്രായേലിനെയും അതുപോലെ അമേരിക്കയും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര കോടതി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, ഇതൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. അമേരിക്കൻ പൗരന്മാർക്കെതിരെ ICC നടത്തുന്ന അന്വേഷണത്തിൽ സഹായിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്കും അതുപോലെ അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തികവും അതുപോലെ വിസ സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഗസയിൽ നടന്ന യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ അദ്ദേഹത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന യോവ് ഗാലന്റിനെതിരെയും കഴിഞ്ഞ നവംബറിൽ ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചായിരുന്നു. അന്ന് ഈ ICCയുടെ ഈ തീരുമാനത്തെ വളരെ ശക്തമായ ഭാഷയിലായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചത്. ഇപ്പോൾ എസ്കേൻ അറിയാമല്ലോ, നെതന്യാഹു വാഷിംഗ്ടൺ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർശനത്തിനിടയിലാണ് ഈ ഗസ ഏറ്റെടുക്കുന്ന കാര്യവും അതുപോലെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ ഉത്തരവും ഒപ്പുവെച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റ ശേഷം ആദ്യമായി അമേരിക്ക സന്ദർശിക്കുന്ന ഒരു വിദേശ രാഷ്ട്രത്തലവൻ കൂടിയാണ് നെതന്യാഹു. ICC അതേസമയം ഈ യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഈ ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടു. അപ്പം ഹമാസ് നേതാക്കളും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഒക്കെ ഒരേ രീതിയിൽ കണ്ടതാണ് അമേരിക്ക ഇത്രയും ചൊടിപ്പിച്ചത്. കഴിഞ്ഞ മാസം US കോൺഗ്രസിൽ ഈ ഉപരോധം ഏർപ്പെടുത്തുവാൻ വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തിയ ശ്രമം വിജയിച്ചിരുന്നു. എന്നാൽ സെനറ്റിൽ ഡെമോക്രാറ്റിക് പാർട്ടി അത് തടയുകയായിരുന്നു. എസ്കെനെ അമേരിക്ക അതുപോലെ ഇസ്രായേൽ, ചൈന, ഇന്ത്യ, റഷ്യ എന്നീ രാജ്യങ്ങളൊന്നും ICCയിൽ അംഗങ്ങളല്ല എന്ന് പ്രത്യേകം ഓർക്കുകയും കൂടെ വേണം. എസ്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.